നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് വലിയൊരു വാർത്തയാണ് നമുക്ക് രാവിലെ കേൾക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കോൺഗ്രസിനെ രണ്ട് വിഭാഗമായിട്ട് കീറത്തക്ക രീതിയിലുള്ള ഒരു വാർത്ത വന്നേനെ. പക്ഷെ അതിൽ നിന്നൊക്കെ മയത്തില് തരൂര് രക്ഷപ്പെടുത്തിയെന്ന് തന്നെ പറയാം. തരൂരിന് പ്രഥമ സവർക്കർ പുരസ്കാരം നൽകുന്നു എന്നുള്ളൊരു വാർത്തയായിരുന്നു. പക്ഷെ അത് ഈ തരൂർ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഏതായാലും തരൂർ അത് നിരസിച്ചു എന്നുള്ള വാർത്ത അതിവേഗം തന്നെ കേൾക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അത് നിരസിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് കോൺഗ്രസിൽ ഒരു രണ്ട് വിഭാഗമൊക്കെ ആയി ഒരു വലിയ പ്രശ്നത്തിലേക്ക് മാറിയേനെ. കാരണം ഇതിനു മുന്നേ നമുക്കറിയാം ഒരു മോദി സ്തുതി എപ്പോഴും തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് പല നിർണായക ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്ത് പലപ്പോഴും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലാണ്. പക്ഷേ കോൺഗ്രസ് എന്തുകൊണ്ട് തരൂരിനെ മാറ്റി നിർത്തുന്നില്ല എന്ന് പറയുന്നതിനും കുറെ കാര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ ഇത്തരത്തിൽ ഇനി വീണ്ടും ഒരു പ്രകോപനം കോൺഗ്രസിലേക്ക് ഉണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാൻ സാധ്യതയുണ്ടോ? ഡോക്ടർ തരൂർ ഞാണിന്മേൽ കളി അഭ്യസിച്ച കളരി ഏത്, അതെവിടെ, ഇതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നൊരാഗ്രഹം മലയാളിക്കുണ്ട്. കാരണം ഇതൊരു ഒരു വലിയ അത്ഭുതകരമായ പ്രതിഭാസമാണ് തരൂർ. പക്ക രാഷ്ട്രീയക്കാരനല്ല, ബുദ്ധിജീവിയാണ്, തൻ്റെതായ രീതിയിൽ ഒരു ഗ്ലോബൽ അക്ലെയിമുള്ള ആളുമാണ്. ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾ പാലിക്കുന്നതിൻ്റെ ലിമിറ്റ്, അതായത് വളയ്ക്കാവുന്നതിൻ്റെ ലിമിറ്റ് എത്ര എന്ന് തരൂർ പഠിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ മറ്റൊരു പാർട്ടി പോലെയല്ല. കോൺഗ്രസ് പാർട്ടി മാസ് പാർട്ടിയാണ്. ആർക്കും കടന്നു വരികയും എപ്പോഴും പോവുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി ചിലരൊക്കെ പറയുന്നു നിസ്സഹായത എന്ന്, ചിലരൊക്കെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും, ചിലരൊക്കെ പറയും കെടുകാര്യസ്ഥത എന്ന് പറയും, ചിലർ പറയും ദർശനമില്ലായ്മ എന്ന് പറയും. എന്തായാലും തരൂരിനെതിരെ നടപടി എടുക്കില്ല എത്ര പ്രകോപനം ഉണ്ടായാലും എന്ന നിലയിലാണ് കോൺഗ്രസ്. പക്ഷേ ഈ കളി വ്യത്യസ്തമാണ്. വെൻ ഇറ്റ് കംസ് ടു വീർ സവർക്കർ, അതായത് വീർ ദാമോദർ സവർക്കർ അവാർഡ്, ഇതും പ്രഥമമായി പ്രഖ്യാപിക്കുമ്പോൾ 5 റെസിപ്പിയൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അത് HRDS എന്ന് പറയുന്ന സംഘപരിവാർ അനുകൂല സംഘടന ഒരു അവാർഡ് ഇങ്ങനെ നൽകുകയാണ്. അത് 2025 26 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പാതി വഴിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റെസിപ്പിയൻ്റായി തരൂർ വരികയും അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ തരൂരിന് മറ്റ് വഴികളൊന്നുമില്ല. പതിവ് പോലെ തന്നെ വളച്ചു നിർത്തി ഒടിച്ചില്ല. ഞാനിത് അവാർഡ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിനെ എന്ത് നിലപാടാണെങ്കിലും പുറത്താക്കാതിരിക്കാനാവുമായിരുന്നില്ല. പക്ഷെ അവിടെയും തരൂർ വീണ്ടും അംഗങ്ങൾക്കുള്ള ബാല്യം കോൺഗ്രസിനുള്ളിൽ കാത്തു സൂക്ഷിച്ചു. പക്ഷെ ആദ്യമൊക്കെ തരൂർ ഒരു മൗനമാണ് കാണിച്ചത്. പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ അത് കുറച്ച് രൂക്ഷമാകുമെന്ന് വന്നതുകൊണ്ടല്ലേ ഒരു പക്ഷെ അത് നിരസിക്കാനുള്ള കാരണം. തരൂറിന്റെ മൗനവും തരൂറിന്റെ സംസാരവും എല്ലാം പലപ്പോഴും വാചാലമാണ്. മൗനം പോലും വാചാലമാക്കാനുള്ള കഴിവുള്ള ഒരു വൈഭവം അത് തരൂർ എക്കാലത്ത് കാട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അതേ വൈഭവം അദ്ദേഹം കാട്ടിയിരിക്കുന്നു. കീപ് ഓൺ പീപ്പിൾ ഗെസ്സിങ്, കീപ് ഓൺ പാർട്ടി ഗെസ്സിങ്. തരൂറിന്റെ അടുത്ത നീക്കം എന്ത്? ഇപ്പോൾ മറുനിന്ന് നോക്കുന്നവർക്ക് എല്ലാം തന്നെ അറിയാം. ഒരു നിർബന്ധ ബുദ്ധി തരൂരിനുള്ളതായി നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്താവുന്നവർക്ക് മനസ്സിലാകും. കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, ഞാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് രക്തസാക്ഷി പരിവേഷമാണ്. ഇനി അതല്ല, കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നൽകുമെങ്കിൽ അവിടെയാണ് അധികാരം. ഭാവിയിലും കുറെ കാലത്തേക്ക് അധികാരം അവിടെ തന്നെയാണ്. കോൺഗ്രസിന് കൂടുതലായി ഒന്നും തന്നെ നൽകാനില്ല. പരമാവധിയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗത്വം, അതുപോലെ കോൺഗ്രസിന്റെ കോട്ടായിൽ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം. ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല. ഇപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങൾ തരൂർ എപ്പോഴും ആഗ്രഹിച്ചത് ഒരു സൂപ്പർ ഡിപ്ലോമാറ്റായി അറിയപ്പെടാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സ്വരം ലോകരാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേൾപ്പിക്കാൻ BJP തരൂരിന് അവസരം കൊടുത്തപ്പോൾ അത് 2 കൈ നീട്ടി സ്വീകരിച്ചു. കോൺഗ്രസ് എന്ത് പറയുന്നു എന്നത് പ്രസക്തമല്ല. കോൺഗ്രസ് വലിയ അബദ്ധം കാട്ടി തരൂരിനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്നത് കോൺഗ്രസിന്റെ വലിയ അബദ്ധം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വീർ സവർക്കർ അവാർഡ് തരൂരിനെ വെച്ച് നീട്ടുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പാൻ ഇന്ത്യ ലെവലിൽ പോയിക്കോട്ടെ, തരൂർ കാര്യമായ ആ രീതിയിൽ ഇനി സംസാര വിഷയമാവില്ല. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള അനുരണങ്ങളും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ 2 ചിന്തകൾ ഉണ്ടാകുന്നുവോ ഒരു ഏർലി സൂചനയാണ്. ഇപ്പോൾ നോക്കൂ,
കോൺഗ്രസ് പാർട്ടിയിൽ ആരും തന്നെ തരൂർ പക്ഷത്തില്ല, അല്ലെങ്കിൽ തരൂർ ചെയ്യുന്നത് ശരിയെന്ന് തുറന്നു പറയുന്നവരില്ല. ഉന്നത നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായി തരൂർ സംയമനം പാലിക്കട്ടെ, തരൂർ എന്തും പറയട്ടെ, ഞങ്ങൾ പ്രതികരിക്കില്ല എന്ന്, അല്ലെങ്കിൽ തരൂർ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷേ തരൂരിനെ പുറത്താക്കാൻ ഞങ്ങൾ ശ്രമിക്കില്ല. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഹിന്ദു റൈറ്റ് വിങ് സ്പേസ് ഉണ്ട് കേരളത്തിൽ. അതിൻ്റെ ഏക അവകാശി BJP ആണ് ഇപ്പോൾ. പക്ഷേ കോൺഗ്രസ് ആയിരുന്നു BJP ഒരു പ്രബല ശക്തിയായി കേരളത്തിൽ വരുന്നതിന് മുൻപ് ഏതെങ്കിലും ലോക്കൽ ലെവലിലെങ്കിലും സീറ്റുകൾ ജയിച്ചു വരാനുള്ള, അല്ലെങ്കിൽ പാർലമെന്റ് സീറ്റ് പോലും ഇപ്പോൾ ജയിച്ചിരിക്കുന്നു തൃശ്ശൂർ. അതിനു മുൻപ് കോൺഗ്രസിനുള്ളിൽ തന്നെയായിരുന്നു റൈറ്റ് വിങ് ഹിന്ദു സ്പേസ്. ഹിന്ദുത്വ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയാനാവില്ല, പക്ഷേ ഒരു റൈറ്റ് വിങ് ഹിന്ദു സ്പേസ്. ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന വാക്കുകളാണ് തരൂരിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ അതിൽ നിന്ന് ലഭിക്കേണ്ട ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്തുകൊണ്ട് നേടിക്കൂടാ? തരൂരിലൂടെ തന്നെ എന്തുകൊണ്ട് നേടിക്കൂടാ? ഈ ചിന്ത കോൺഗ്രസിനുള്ളിൽ പ്രബലമാണ്. അതാരും തുറന്നു പറയാനുള്ള ആർജവം കാട്ടുന്നില്ല. ഒരുപക്ഷെ KC വേണുഗോപാലാണ് ആ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജകൻ. അത് തുറന്നു പറയുന്നില്ല അദ്ദേഹം. തരൂരിനെ ഒരിക്കൽ പോലും പരസ്യമായി തള്ളി പറഞ്ഞിട്ടില്ല KC വേണുഗോപാൽ. രണ്ടാം നിര നേതാക്കളാണ് ഒരുപക്ഷെ മുൻപ് ഒന്നാം നിരയിൽ ഇന്ന് ഇപ്പോൾ പിന്തള്ളപ്പെട്ടു പോയതുമായ എന്നാൽ താരമൂല്യം നിലനിർത്തുന്നതുമായ K മുരളീധരൻ, അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുതലായ ആളുകളാണ് വീരപരിവേഷം അണിഞ്ഞുകൊണ്ട് തരൂരിനെതിരെ വലിയ ചന്ദ്രഹാസം ഇളക്കുന്നത്. അത് മതിയാവുമോ? VD സതീശൻ എൻഡോഴ്സ് ചെയ്തിട്ടില്ല സതീശനെ, KPCC പ്രസിഡന്റും എൻഡോഴ്സ് ചെയ്തിട്ടില്ല, പക്ഷെ പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഹൈക്കമാൻഡ് ഈസ് ബൈയിങ് ടൈം. സ്വയം പുറത്തു പോകുന്നെങ്കിൽ പോകട്ടെ, പക്ഷേ വീർ സവർക്കർ അവാർഡ് വാങ്ങി ആ ഗ്ലാമറിൽ തിളങ്ങി നിൽക്കുന്ന തരൂരിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. തരൂർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് കൃത്യമായ നിലപാടാണ്. ആ നിലപാട് പരിഗണിക്കപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പരിഗണിക്കപ്പെട്ടു, അത് പരസ്യമായി പറയാൻ തയ്യാറായി. അത് ഞാൻ അറിഞ്ഞില്ല എന്ന് ആദ്യം തരൂർ പറയുന്നു. അങ്ങനല്ലല്ലോ പറയേണ്ടത്. തരൂരിന് ആർജവമുണ്ടെങ്കിൽ താൻ അതേക്കുറിച്ച് അറിഞ്ഞില്ല എന്നല്ലല്ലോ പറയേണ്ടത്. അങ്ങനെയുള്ള വാർത്ത ശരിയാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ആളാണ്. വീർ സവർക്കറുടെ ഒരു ട്രഡീഷൻ അല്ല കോൺഗ്രസിൻ്റെത്. ആ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധമല്ല എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയാനുള്ള അവസരം തന്നോട് ഉപയോഗിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് 2-3 മണിക്കൂറിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ചിന്തിച്ചുറപ്പിച്ച രീതിയിൽ പ്രതികരിച്ചു. ഞാൻ ആ അവാർഡിന് അർഹനല്ല, അല്ലെങ്കിൽ ഞാൻ വിട്ടു നിൽക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ് ആദ്യം ചോദിച്ചത്. കാരണം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ ഒരു പ്രതികരണം. ആ പ്രതികരണത്തിൽ തന്നെ ഉണ്ട് എങ്ങോട്ടാ ചായ്വ്, അല്ലെ എന്താണെന്നുള്ളത്. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടി നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും ചേരായിക വരുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ഏറ്റെടുത്തത് കൊണ്ടായിരിക്കും അത് നിരസിക്കാൻ തന്നെ കാരണം. ഒരുപക്ഷെ നിരസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കും, വീണ്ടും ഒരുപക്ഷെ കോൺഗ്രസ് കുറച്ചൊന്ന് വെട്ടിലായേനെ. ഏതായാലും അതിൽ നിന്ന് തരൂർ തന്നെ കോൺഗ്രസ് പാർട്ടിയെ രക്ഷപ്പെടുത്തി. പക്ഷെ എന്നാലും പലപ്പോഴും തരൂർ എഴുതുന്ന ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മോദി സ്തുതികൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് പക്ഷത്ത് തന്നെ നിൽക്കുമ്പോൾ കോൺഗ്രസിൽ വന്ന അല്ലെങ്കിൽ വന്ന് വിളിച്ചു കയറ്റിയ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ കിട്ടാവുന്നതിൻ്റെ അത്രയും പരമാവധിയുള്ള ഒരു വന്ന വ്യക്തിക്ക് എന്തൊക്കെ സ്വീകാര്യത ഒരു പാർട്ടി കൊടുക്കാമോ അതെല്ലാം ഒരു പക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടി നൽകിയിട്ടുണ്ട്. എന്നിട്ടും എന്തൊക്കെയോ ഒരു അതിർത്തിയിൽ കഴിയുന്ന തരൂരിന് ശരിക്കും എങ്ങോട്ടേക്കാണ് ചായ്വ്? രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ രാജ്യമാണ് അല്ലെങ്കിൽ എൻ്റെ നാടാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോഴും അതൊരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു പറയുന്ന നല്ലൊരു സറാദ്യം പറഞ്ഞ ഒരു ബുജിയുടെ ഒരു ബുദ്ധി വൈഭവം എന്ന് തന്നെ പറയാം. അതിനപ്പുറം ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ എന്ത് തന്നെയാലും പാർട്ടിയുടെ ചില ആശയങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോയില്ലെങ്കിൽ പിന്നീട് അവിടെ നിൽക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമുണ്ടോ, നിലനിൽപ്പുണ്ടോ, എങ്ങോട്ടേക്കാണ് ഇദ്ദേഹത്തിന്റെ ചായ്വ്? ഇനി ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി സഹിച്ചെന്ന് വരില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ സഹിച്ചെന്ന് വരും. ഇനി ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആവർത്തന വിരസത തോന്നുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ആർട്ടിക്കിളുകളും ഈ സംസാരങ്ങളും ഒക്കെ ഇനി പാർട്ടി സഹിക്കൂ? മാനേജിങ് എ സെലിബ്രിറ്റി, ഒരു വലിയ അധികായൻ, സ്വന്തം നിലയിൽ ഉയർന്നു വന്ന മേൽവിലാസമുള്ള ഒരാൾ പ്രായം ആയതിനു ശേഷം 19-55 വയസ്സിന് ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉദാഹരണമെങ്കിലും കേരളത്തിൽ പറയാനൊക്കും. അത് KR നാരായണനാണ്. KR നാരായണന്റെ കടന്നുവരവിനെ വൈസ് പ്രസിഡന്റ്, ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ MP ആയും പിന്നീട് കേന്ദ്രമന്ത്രിയായും ഉപരാഷ്ട്രപതിയായും പിന്നീട് രാഷ്ട്രപതിയായും മാനേജ് ചെയ്ത ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്.
അദ്ദേഹത്തോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ ആഗോളതലത്തിൽ തലയെടുപ്പുള്ള ആളാണ് ഡോക്ടർ തരൂർ. പക്ഷെ ഒന്നുകിൽ കോൺഗ്രസിന് തരൂരിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. ആ സെലിബ്രിറ്റി സ്റ്റേറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ തരൂർ പറയുന്ന കുറേയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ തരൂരിനെ പരമാവധി പ്രകോപിപ്പിക്കാതെ കൂട്ടത്തിൽ ചേർത്ത് പോകാനുള്ള ഒരു മെയ്വഴക്കം. ഈ പലപ്പോഴും ഈ ചെറിയ ആളുകൾ, രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒക്കെ പോലെയുള്ള ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അത് ഗ്ലോബൽ സ്റ്റേച്ചറുള്ള ഒരാളെക്കുറിച്ചാണ് അഭിപ്രായം പറയുന്നത് ഓർക്കണം. അദ്ദേഹം കോൺഗ്രസിന് ബാധ്യതയാകുന്നു എന്ന നിലപാട് എനിക്കുമുണ്ട്. ആ നിലപാടിൽ ഞാൻ പക്ഷെ അദ്ദേഹത്തെ വെറുതെ വിടുന്ന ഒരാളെ വളർത്തുന്നത് അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പറയുന്ന വാക്കുകളാണ് ഒരാൾക്ക് വലിപ്പം നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. തരൂർ ആഗ്രഹിക്കുന്നത് എന്താണ്? ബൊക്കേസ് ആൻഡ് ബ്രിക്ക് ബാറ്റ്സ്. സ്വാഗത വചനങ്ങളും വിമർശനങ്ങളും ഒരുപോലെ തന്നെ തരൂർ ടേക്ക് ചെയ്യുന്നു. അതെല്ലാം തന്നെ തരൂരിൻ്റെ ഈ കിരീടത്തിലെ പൊൻതൂവലുകളായി തന്നെയാണ് തരൂർ കാണുന്നത്. വിസിബിലിറ്റി ഏറെ ആഗ്രഹിക്കുന്ന ആളാണ്. വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കോൺഗ്രസിന് അനുകൂലമായി കോൺഗ്രസ് ലൈനിൽ എന്തെങ്കിലും സംസാരിച്ചാൽ തരൂറിൻ്റെ ആർട്ടിക്കിൾ വായിക്കാൻ ആളുണ്ടാകുമോ? തരൂർ വായിക്കാൻ ആളുണ്ടാകും എപ്പോൾ, അതിൻ്റെ ഗാംഭീര്യം കൊണ്ട്. അല്ലാതെ വിവാദം കൊണ്ട് നായകനാകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് തരൂർ, അല്ലാതെ ഇഷ്ടപ്പെടാത്ത ആളല്ല. ഇത് കണ്ടറിഞ്ഞ് കോൺഗ്രസിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം, മിനിമം കാര്യം, എന്ത് വേണമെങ്കിലും അദ്ദേഹം പറയട്ടെ, കമാന്നൊരക്ഷരം ഞങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വീകരിക്കുന്നത് കേരള ഘടകമാണല്ലോ ഇങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള കെ മുരളീധരനെ പോലുള്ളവരാണ് വിമർശിക്കുന്നത്. ബാക്കി എല്ലാവരും മിണ്ടാണ്ടാണ്. അവര് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതൊരു തീർച്ചയായും ഊർജ്ജമല്ലേ, അതല്ലേ ട്രാക്ഷൻ കിട്ടുന്നത്, ആ വാർത്തയല്ലേ ഓടുന്നത്. തരൂരിനെതിരെയുള്ള വിമർശനങ്ങളും തരൂർ പറയുന്നതും വീണ്ടും പറയും. നിശ്ചിത ഇടവേളകളിൽ തരൂർ BJPക്ക് അനുകൂലമായിട്ട് മാത്രമല്ല തരൂർ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കണം. സ്വന്തം പാർട്ടി ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കാനാകുമോ, ചൊറിയ എന്നാണ് പറയുക മലയാളത്തിൽ, ആകുമോ അതെല്ലാം തന്നെ ബുദ്ധിപൂർവ്വം, ഇതൊന്നും അറിയാതെ വീൺവാക്കുകളല്ല. കേരള സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് BJPക്ക് കാതിനിമ്പമാകേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടാണ്, അത് LDFന്. അപ്പം എല്ലാവരെയും പരമാവധി പ്രലോഭിപ്പിക്കുക, ഈ സ്വന്തം ഒഫീഷ്യൽ പാർട്ടിയുടെ ലൈനിൽ നിന്നും മാറി താൻ ഒരു പ്രതിഭാസം തന്നെയാണ്, പാർട്ടിക്ക് അതീതനായി താൻ വളർന്നിരിക്കുന്നു എന്ന ഒരു സന്ദേശം കൊടുക്കുകയാണ് ഇത്. പക്ഷെ കേരളത്തിലെ ജനം ആ രീതിയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തരൂരിന് ഇനി ഒരു രാഷ്ട്രീയ അംഗം കോൺഗ്രസിനുള്ളിൽ ഇല്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. അത് തരൂർ മനസ്സിലാക്കുന്നു, തിരുവനന്തപുരത്തെ വോട്ടർമാർ മനസ്സിലാക്കുന്നു, കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നു. ഇനിയൊരംഗമില്ല. ഇനിയൊരംഗം ഉണ്ടെങ്കിൽ തന്നെ അത് 3.5 വർഷത്തിന് ശേഷമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഏതെങ്കിലും രീതിയിൽ തരൂറിനൊരു പൊസിഷൻ ലഭിക്കണമെങ്കിൽ, ജീവിതാവസാനത്തിന് മുൻപ് എന്തെങ്കിലും വളരെ ഗ്ലിറ്ററിങ് ഒരു പൊസിഷൻ ലഭിക്കണമെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി BJP ആണ്. അത് തരൂർ തിരിച്ചറിയുന്നു. പൂർണ്ണമായി തെറ്റു പറയാനാവുമോ? രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടല്ലല്ലോ. അതേസമയം തരൂർ ഉയർത്തിയൊരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് മറക്കാനാവില്ല. താൻ ഹിന്ദുത്വവാദിയാണ്, പക്ഷേ BJP പറയുന്ന ഹിന്ദുത്വം അല്ല, മറ്റൊരു രീതിയിലുള്ള ദേശീയതയാണ് തരൂർ പറയുന്നത്. രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യ കടന്നു വന്ന വഴികളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച് തരൂരിനോളം ആധികാരികമായി പറയാനാവുന്ന എത്ര പേര് കോൺഗ്രസിലുണ്ട്, BJPയിലുണ്ട്. അത് തരൂർ നന്നായി അറിയാം. പക്ഷെ അതിനൊരു ട്വിസ്റ്റ് കൊടുക്കുകയാണ്, ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കുകയാണ്, ഒരുതരം മ്യൂട്ടേഷനാണ്. ആ ഹിന്ദുത്വ, തരൂർ ഉയർത്തുന്ന ഹിന്ദുത്വയും BJP ഉയർത്തുന്ന ഹിന്ദുത്വയും തമ്മിലുള്ള അതിർവരമ്പ് നേർത്ത് വന്ന് തരൂരിനെ സ്വീകരിക്കാവുന്ന രീതിയിൽ BJP ആവുകയും BJP ഉൾക്കൊള്ളാവുന്ന രീതിയിൽ തരൂർ ആവുകയും BJPക്ക് അതുവഴി തരൂരിലൂടെ ഗ്രേറ്റർ വിശ്വാസ്യത നൽകുകയും ചെയ്യുക എന്ന വിശാല പദ്ധതി BJPക്കുണ്ട്. ഒരുപക്ഷെ ഒരിക്കലും തരൂർ BJPയിൽ ചേരില്ല, ചേരാതെ തന്നെ എല്ലാ പ്രയോജനങ്ങളും കിട്ടുന്ന രീതിയിലാണ്. അങ്ങനെയെങ്കിൽ വീർ സവർക്കർ അവാർഡ് എന്ന് പറയുന്നത് കൊടുക്കുന്നതിന് പിന്നിൽ, അത് രാജ്നാഥ് സിംഗ് എന്ന പ്രതിരോധ മന്ത്രി സമ്മാനിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. സംഘപരിവാറിന്റെ അജണ്ടയുണ്ട്, RSSന്റെ അജണ്ടയുണ്ട്. RSSനും സംഘപരിവാറിനും പൂർണ്ണമായി തരൂർ സ്വീകാര്യനായിരിക്കുന്നു. മുൻപ് RSS വിരുദ്ധമായ, BJP വിരുദ്ധമായ, പരിവാർ വിരുദ്ധമായ വചനങ്ങൾ തരൂരിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മറന്നിരിക്കുന്നു, പുറത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തരൂർ എന്ന പറയുന്ന ഒരു അതിബുദ്ധിരാക്ഷസനെ നമുക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റും. ഒരുപാട് ആരാധകരുണ്ട്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കാം അദ്ദേഹം. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടേതായ ആശയങ്ങളും അവരുടേതായ അച്ചടക്കവും ഉണ്ട്. ഒരു നിയന്ത്രണ വിധേയമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അത് ഓരോ പാർട്ടി, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും.
പക്ഷെ ഇവിടെ കേരളത്തിൽ പോലും കോൺഗ്രസിന്റെ ഈ പറയുന്ന കൂട്ടിയടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലും ഒരു നിലനിൽപ്പില്ല. ഇനി ഇതിപ്പോൾ അവസാന ഒരു ഉന്നം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇനി പിടി വീണില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും കോൺഗ്രസ് താഴേക്ക് പോകും. അടുത്ത ഒരുപക്ഷെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിൽക്കുകയാണ് കേരളത്തിൽ. ഒപ്പം തന്നെ ദേശീയ തലത്തിലേക്ക് വരുവാണെങ്കിലും ഇപ്പൊ 3ാം ഘട്ടം മോദി BJP അധികാരത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് അവിടെയും ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. ഇനി അതിന് പകരമായിട്ട് മറ്റേത് പാർട്ടി എന്നുള്ളതും അറിയില്ല. ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ എത്രമാത്രം ആൾക്കാർ ഇൻക്ലൂഡഡ് ആണെങ്കിലും ഈ പറയുന്നത് പോലെ BJP ആ ഒരു ദേശീയ തലത്തിൽ ഇങ്ങനെ എന്താ പറയുക പ്രസരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള തരൂരിനെ പോലുള്ള വ്യക്തികൾ കോൺഗ്രസിൽ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇനിയെങ്കിലും ഈ പറയുന്ന ആശയത്തിലും അച്ചടക്കത്തിലും ഒക്കെ രാഷ്ട്രീയ നേതാക്കൾ വന്നില്ലെങ്കിൽ, തരൂരിനെ നമുക്ക് മാറ്റി നിർത്താം, മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ വന്നില്ലെങ്കിൽ അത് ഒരുപക്ഷെ പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കും. അപ്പൊ തരൂരിനെ ഉൾക്കൊള്ളണോ വേണ്ടായോ എന്നുള്ളത് ദേശീയ തലത്തിൽ എടുക്കേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസ് പാർട്ടി എക്കാലത്തും നിലനിൽപ്പാണ്, തരൂരിനെ പോലെ ഉള്ള ഒരു നിലനിൽപ്പാണ് പാർട്ടിക്കും വേണ്ടത്. പക്ഷേ കോൺഗ്രസിനൊരു DNA ഇല്ലേ? അത് നെഹ്റുവിയൻ DNA മാത്രമാണോ? നെഹ്റുവിന് മുൻപ് ഒരു കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ആ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആശയ സംഹിതയാണ്. ഇന്ത്യയുടെ വലതുപക്ഷ മനസ്സുകൾ, ഇടതുപക്ഷ മനസ്സുകൾ, മധ്യവർത്തി മനസ്സുകൾ, സോഷ്യലിസ്റ്റ് മനസ്സ് എല്ലാം തന്നെ വിവിധ അനുപാതത്തിൽ ചാലിച്ചെടുത്ത് ബ്രിട്ടീഷുകാരോടുള്ള സന്ധിയില്ലാ സമരത്തിന്റെ ഒരു പ്രോഡക്റ്റായി വളർന്നു വന്ന രാഷ്ട്രീയ ഇതരമായി ചിന്തിച്ച ഒരു കൂട്ടം ആളുകൾ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറുകയാണ് 1885 A.O. ഹ്യൂമിന്റെ നേതൃത്വത്തിൽ കോൺസെപ്ച്വലൈസ് ചെയ്യുകയാണത്. അതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് വരുന്നതും പാർട്ടിയായിട്ട് വരുന്നത് 85-ലാണെങ്കിലും ആ ആശയ സംഹിത അതിന് മുൻപ് തന്നെയുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ലാഞ്ചന അതിന് മുൻപ് തന്നെയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായി ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് മൂശയിൽ കൊണ്ടുവന്ന് കെട്ടാനൊരു ശ്രമം നടന്നു 60-കൾ 70-കൾ 80-കൾ. അത് ഇന്ദിരാഗാന്ധി സോഷ്യലിസ്റ്റ് തന്നെയാണ്. ഇന്ദിരാഗാന്ധി സോഷ്യലിസം ഭരണഘടനയിൽ പോലും 42-ാം ഭേദഗതിയിലൂടെ സോഷ്യലിസം കൊണ്ടുവന്നത്, സെക്യുലറിസം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി. അപ്പം നെഹ്റുവിയൻ സോഷ്യലിസം, നെഹ്റുവിയൻ സെക്യുലറിസം അതിന് ഇന്നും പ്രസക്തിയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം അതിൻ്റെ നേരവകാശികൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമല്ല, ഒരു അനേക പ്രാദേശിക കക്ഷികൾ ഇതിൻ്റെയൊക്കെ അവകാശികളായി. ജനതാ പരിവാർ, RJD ആകട്ടെ, സമാജ്വാദി പാർട്ടി ആയിക്കൊള്ളട്ടെ, മറ്റു പാർട്ടികൾ എല്ലാം തന്നെ ഈ സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് ലെഗസിയുടെ അവകാശികളായി മാറിയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ USP എന്നത് എന്താണ്? ഒന്നുമില്ല. എങ്കിൽ പിന്നെ ഒറിജിനൽ മോഡലിലേക്ക് എന്തുകൊണ്ട് മടങ്ങി പോകുന്നില്ല? അത് വലിയ തോതിൽ ഒരു ഹിന്ദു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. സെക്യുലർ പാർട്ടി എന്നത് മാത്രമല്ല, ഹൈന്ദവ ദേശീയത എന്നതല്ല, ഹൈന്ദവ അതീതമായ സെക്യുലർ ദേശീയത തന്നെയാണ് കോൺഗ്രസ് മുന്നിൽ പോകുന്നത്. പക്ഷേ അവിടെ ഹൈന്ദവ താല്പര്യങ്ങൾ കൂടി കോൺഗ്രസ് മുൻപ്. സർദാർ പട്ടേൽ ഒരു വലിയ വിഷയമാകുന്നത് എങ്ങനെയാണ്? BJP ആ കോൺഗ്രസ് ലെഗസിയിൽ ഒന്നൊന്നായി മഹാത്മാഗാന്ധിയെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാണ്, പട്ടേൽ ലെഗസിയെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്, അല്ലെ? അതിന് മുൻപുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വൻ നേതാക്കളെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നെഹ്റുവിനെ മാത്രമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ വന്ദേ മാതരം ഡിബേറ്റിൽ പോലും ലോക്സഭയിൽ കാണുന്നത് എന്താണ്? രാജ്യസഭയിൽ ലോക്സഭയിൽ നടന്ന ഡിബേറ്റിൽ ഇത് സ്വാഭാവികമായിട്ട് വന്നതാണോ? വന്ദേ ഭാരതത്തിന് 180-ാം വാർഷികം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ ഭാരതത്തിന്റെ 2ാം ഖണ്ഡം, അത് ഹൈന്ദവ മതവും ദേശീയതയും സംസ്കാരവും എല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഭാഗങ്ങളാണ്. നെഹ്റു എന്ന ഒറ്റയാൾ കാരണം ആ ഭാഗം വെട്ടിമാറ്റപ്പെട്ടു. ആ ഒരു നറേറ്റീവിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നെഹ്റുവിയൻ ലെഗസിയെ മാറ്റി നിർത്തുമ്പോൾ കോൺഗ്രസിന് അതിലുപരിയായ മറ്റൊരു ലെഗസി കൂടി ഉണ്ട്. അത് തിരിച്ചു പിടിക്കാതെ BJPയെ എതിർക്കാൻ പറ്റുമോ?